നമസ്കാരം. വെറും 680 രൂപയ്ക്ക് വേണ്ടി ചൈനയിലെ ഷാങ്ഹായിൽ ഒരു കൗമാരക്കാരി അമ്മയുടെ കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ചു വിറ്റു. ലിപ്സ്റ്റഡുകളും കമ്മലുകളും വാങ്ങുന്നതിനായാണ് ഈ പെൺകുട്ടി അമ്മയുടെ 1 മില്യൺ യുവാൻ, അതായത് ഏകദേശം 1.16 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ചു വിറ്റത്. പെൺകുട്ടിയുടെ അമ്മ വാങ് മോഷണം നടന്നതായി പട്ടുവോ പബ്ലിക് സെക്യൂരിറ്റി ബ്യൂറോയിലെ വാൻലി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ലീ എന്നു പേരുള്ള തൻ്റെ മകൾ ജെയ്ഡ് വളകൾ, മാലകൾ, രത്നകഷ്ണങ്ങൾ എന്നിവയുൾപ്പെടെ ഉയർന്ന വിലയുള്ള ആഭരണങ്ങൾ വ്യാജ വസ്തുക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് വിറ്റതായാണ് വാങ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. മകൾ തന്നോട് 60 യുവാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ താൻ അറിയാതെ ആ പണത്തിനായി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നുമാണ് വാങ് പരാതിയിൽ പറയുന്നത്. ലിപ്സ്റ്റഡ് കുത്തിയ ഒരാളെ താൻ കണ്ടുവെന്നും അത്തരത്തിലൊന്ന് തനിക്കും വാങ്ങണമെന്നും അതിനായി 30 യുവാൻ, അതായത് 340 രൂപ ആവശ്യമാണെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും വാങ് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ജോഡി പുതിയ കമ്മലുകൾ വാങ്ങിക്കൊടുക്കാൻ 30 യുവാൻ കൂടി മകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രണ്ടിനും കൂടി അവൾ ആവശ്യപ്പെട്ട 60 യുവാൻ താനന്ന് നൽകിയിരുന്നില്ല എന്നും പക്ഷേ മകൾ ഇത്തരത്തിലൊരു അബദ്ധം ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നുമാണ് വാങ് പറയുന്നത്. അമ്മയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ലീ സാധനങ്ങൾ വിൽപ്പന നടത്തിയ കടയിൽ നിന്നും ആഭരണങ്ങൾ പിടിച്ചെടുത്തു. കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിന് കടയുടമയോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കടയിൽ നിന്നും പിടിച്ചെടുത്ത ആഭരണങ്ങൾ പോലീസ് വാങ്ങിന് തിരികെ നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു.